സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപഭോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് KSEB ആവശ്യപ്പെടുകയാണ്. ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്നാണ് KSEB ആവശ്യപ്പെടുന്നത്. വൈകിട്ട് 6 മണിക്കും രാത്രി 11 ഇടയിൽ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കണം എന്നാണ് KSEB അഭ്യർത്ഥന. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, നിലവിൽ വലിയ പ്രതിസന്ധിയാണോ ഇപ്പോൾ നേരിടുന്നത്? ഇത് രാത്രികാലങ്ങളിൽ ഇപ്പോൾ സ്ഥിരമായി സംസ്ഥാനത്താകെ തന്നെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന രൂപത്തിൽ തന്നെ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ 6 മണി തൊട്ട് പരമാവധി ഉപഭോഗം കുറയ്ക്കണമെന്നുള്ള അഭ്യർത്ഥന വരികയും ചെയ്യുന്നത്. എന്താണ് KSEB പറയുന്നത്? സ്മൃതി, സംസ്ഥാനത്ത് വൈദ്യുത പ്രതിസന്ധി ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ KSEBിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും പലപ്പോഴും വൈദ്യുതി നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപകാലത്ത് അല്ലെങ്കിൽ റെക്കോർഡ് ഉപഭോഗം എന്ന തരത്തിലേക്ക് 117.16 ദശലക്ഷം യൂണിറ്റിലേക്ക് ഈ കണക്ക് എത്തിയെന്നും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ സാഹചര്യത്തിൽ സഹകരിക്കണം എന്നതുമാണ് KSEBിയുടെ അറിയിപ്പിൽ പറയുന്നത്. വൈകുന്നേരത്ത് 6 മുതൽ രാത്രി 11 വരെയുള്ള സമയങ്ങളിൽ ഈ വൈദ്യുതി ഉപയോഗം ഒന്ന് നിയന്ത്രിച്ചാൽ അത് നന്നായിരിക്കും. അധികമായി വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഇൻഡക്ഷൻ സ്റ്റൗ, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, അതുപോലെ തന്നെ ഇസ്തിരിപ്പെട്ടി, AC മുതലായ ഉപകരണങ്ങൾ പരമാവധി ഈ സമയങ്ങളിൽ കുറച്ച് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ AC ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ താപനില 24-നും 26-നും ഇടയിലാക്കി കുറച്ച് ഉപയോഗിക്കണം. അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയാൽ വൈദ്യുതി ബില്ല് കുറയുകയും വൈദ്യുതി ഉപയോഗം കുറയുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറെ എണ്ണത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിങ് ഈ 6 മുതൽ 11 വരെയുള്ള സമയത്തിൽ കുറച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പരമാവധി ഒഴിവാക്കിയാൽ അത്രയും നല്ലത് എന്ന ഒരു അറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തോതിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും ഈ നിയന്ത്രണം ഒഴിവാക്കാനും സാധിക്കുമെന്നതാണ് KSEBിയുടെ അറിയിപ്പിൽ പറയുന്നത്. അതേസമയം തന്നെ മറുവശത്ത് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചും അതിനോടൊപ്പം തന്നെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയും നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമമാണ് KSEB നടത്തുന്നതെന്നും ആ ഘട്ടത്തിൽ ഇത്തരത്തിലേക്കുള്ള ഒരു സഹകരണം പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നു. അതിനോടൊപ്പം തന്നെ മറുവശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണത്തിൽ പറയുന്നത് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല, പക്ഷേ വൈദ്യുതിയുടെ പ്രതിസന്ധി കാര്യമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇത്തരത്തിലേക്കുള്ള വ്യാജ പ്രചരണങ്ങളൊന്നും പാടില്ല എന്ന തരത്തിലേക്ക് കൂടി വൈദ്യുതി മന്ത്രിയും KSEBിയും നൽകുന്ന അറിയിപ്പിൽ പറയുന്നുണ്ട്. സ്മൃതി, ശരി. KSEBിയുടെ അഭ്യർത്ഥനയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഗോപാൽ ശിലാസനൽ നൽകിയിരിക്കുന്നത്.